ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ വൻപൻ ഓപ്പറേഷൻ നടത്തിയിരിക്കുകയാണ് ഇന്ത്യ. കശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരർക്കായുള്ള തിരച്ചിൽ ശക്തമായിരിക്കുകയാണ് സുരക്ഷാസേന. ഇതിനിടെ സുരക്ഷാസേന ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ ഭീകരരുടെ ഒളിസങ്കേതം തകർത്തു. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഭീകരതയെ പ്രാപ്തമാക്കുന്ന ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതിനും വ്യക്തമായ പ്രതിരോധ സന്ദേശം അയക്കുന്നതിനുമുള്ള വിശാലമായ നീക്കത്തിന്റെ ഭാഗമാണിതെന്നാണ് ഇന്ത്യ പറയുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ജമ്മു കശ്മീരിൽ നിരവധി ഭീകരാക്രമങ്ങളുടെയും ഏറ്റുമുട്ടലുകളുടെയും കേന്ദ്രമാണ് പൂഞ്ചും രജൌരിയും. തുടർന്ന് ഇവിടെ നിന്നും സുരക്ഷാസേന സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തു. 5 IED, അതായത് ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ്, 2 റേഡിയോ സൈറ്റുകൾ, ബൈനോക്കുലറുകൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവയാണ് ഇവിടെ നിന്ന് കണ്ടെടുത്തത്. IEDകൾക്ക് പുറമെ 2 വയലൻസ് സെറ്റുകൾ, യൂറിയ അടങ്ങിയ 5 പാക്കറ്റുകൾ, 5 ലിറ്റർ ഗ്യാസ് സിലിണ്ടർ, 1 ബൈനോക്കുലർ, 3 കമ്പിളിത്തൊപ്പികൾ, 3 പുതപ്പുകൾ, ചില ട്രൗസറുകൾ, പാത്രങ്ങൾ എന്നിവയും ഒളിത്താവളത്തിൽ നിന്ന് കണ്ടെത്തി. പൂഞ്ചിലെ സുനാൻ കോട്ടയിൽ കരസേനാ ഉദ്യോഗസ്ഥരും ജമ്മു കശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ നടപടിയിലാണ് ഭീകരരുടെ ഒളിസങ്കേതം തകർത്തത്. 1/2 കിലോ മുതൽ 5 കിലോ വരെ ഭാരമുള്ള ഉപയോഗിക്കാൻ സാധിക്കുന്ന IEDകളും സ്ഥലത്തു വച്ചു തന്നെ നശിപ്പിച്ചു. അതിർത്തി ജില്ലയിൽ സ്ഫോടനങ്ങൾ നടത്താനുള്ള തീവ്രവാദികളുടെ പദ്ധതികൾ ഇതോടെ പരാജയപ്പെടുത്തി. കശ്മീർ IG VK ബിർദി വിളിച്ചു ചേർത്ത സംയുക്ത സുരക്ഷാ അവലോകന യോഗം നടന്നതിന് അടുത്ത ദിവസം തന്നെയാണ് ഭീകരരുടെ ഒളിസങ്കേതം തകർത്ത നടപടിയുണ്ടായത് എന്നതും ശ്രദ്ധേയമാണ്. പോലീസ്, സൈന്യം, ഇന്റലിജൻസ് ഏജൻസികൾ, CAPF തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കർശനമായ ഭീകരവിരുദ്ധ നടപടികളാണ് അധികൃതർ കൈക്കൊള്ളുന്നത്. താഴ്വരയിലുടനീളം വലിയ തോതിലുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ അധികൃതർ ആരംഭിച്ചിട്ടുണ്ട്. സംശയിക്കപ്പെടുന്ന ഒളിത്താവളങ്ങൾ റെയ്ഡ് ചെയ്യുക, തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്ന ഷെൽട്ടറുകൾ തകർക്കുക, 100 കണക്കിന് തീവ്രവാദ കൂട്ടാളികളെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുക്കുക എന്നിവ ചെയ്തിട്ടുണ്ട് എന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നു. മൊത്തത്തിലുള്ള സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥർ കശ്മീർ IGPയെ വിശദീകരിച്ചു. ജമ്മു കശ്മീരിലുടനീളം സുരക്ഷാസേന ഭീകരരുടെ അറിയപ്പെടുന്ന സഹായികളെയും പിന്തുണയ്ക്കുന്നവരെയും ലക്ഷ്യം വെച്ചുള്ള നിരവധി ഓപ്പറേഷനുകളിൽ ഒന്നാണ് പൂഞ്ചിലെ ഈ ഓപ്പറേഷൻ. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരതയെ പ്രാപ്തമാക്കുന്ന ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതിനും വ്യക്തമായ പ്രതിരോധ സന്ദേശം അയക്കുന്നതിനുമുള്ള വിശാലമായ നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഹൈവേകളിലും സെൻസിറ്റീവ് പ്രദേശങ്ങളിലും കൂടുതൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ പ്രധാന ഇൻസ്റ്റലേഷനുകൾക്കും ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടുകൾക്കും സമീപം ദ്രുത പ്രതികരണ സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ സാധ്യമായ സംഭവങ്ങൾ തടയുന്നതിനായി വിനോദസഞ്ചാരികൾ താമസിക്കുന്ന ചെറുകിട, ഇടത്തര, വലിയ ഹോട്ടലുകൾക്ക് ചുറ്റും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പഹൽഗാം ആക്രമണം നടന്ന് ഒരാഴ്ചയിലേറെയായിട്ടും ഭീകരർ ഇപ്പോഴും ദക്ഷിണ കശ്മീരിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്നാണ് NIA വൃത്തങ്ങൾ നേരത്തെ സൂചന നൽകിയിരുന്നത്. അന്വേഷണത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന വൃത്തങ്ങൾ പറയുന്നത് കൂടുതൽ ഭീകരർ ഇപ്പോഴും മേഖലയിൽ ഒളിച്ചിരിക്കുന്നുണ്ടാകാം എന്ന വിശ്വസനീയമായ വിവരമുണ്ടെന്നാണ്. ഏപ്രിൽ 22-നാണ് കശ്മീരിലെ ബൈസ്രൻ താഴ്വരയിൽ നടന്ന ആക്രമണത്തിനിടെ സുരക്ഷാസേന പെട്ടെന്ന് തിരിച്ചടിക്കാൻ ശ്രമിക്കാൻ വെടിവയ്പ് മറയ്ക്കാൻ കൂടുതൽ ഭീകരർ അകലം പാലിച്ചതായി സംശയമുണ്ടെന്നും പറയുന്നുണ്ട്. എന്തായാലും വളരെ കരുതലോടെയാണ് ഇന്ത്യ നീങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ശക്തമായിരിക്കണം എന്ന് തന്നെയാണ് ഇന്ത്യ കരുതുന്നത്. ഇന്ത്യയുമായി ഒരു യുദ്ധമുണ്ടായാൽ ദുരിതം പാകിസ്ഥാന് തന്നെയാണ്. കാരണം 26 വിനോദസഞ്ചാരികളുടെ മരണത്തിനിടയാക്കിയ ആക്രമണം ലഷ്കർ-ഇ തയ്യബ പോലുള്ള പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെയും അതിന്റെ ശാഖകളുടെയും പിന്തുണയോടെ ജനങ്ങൾക്കിടയിൽ ഭയം സൃഷ്ടിക്കുന്നതിനും സമാധാനവും പ്രാദേശിക സ്ഥിരതയും തകർക്കുന്നതിനുമുള്ള ഭീകര പ്രവർത്തനങ്ങളിലേക്ക് വെളിച്ചം വീശുന്നവയായിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത റെസിഡൻസ് ഫ്രണ്ടിന് പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് പിന്തുണയുള്ള LATയുടെ പിന്തുണയുമുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ സാഹചര്യത്തിലാണ് ഇരുവശത്തു നിന്നും സൈനിക സംഘർഷം രൂക്ഷമാകുമെന്ന് പ്രവചിക്കുന്ന CIA-യുടെ 1993-ലെ ഒരു രേഖ പുറത്തുവരുന്നത്. ഇരു രാജ്യങ്ങളും യുദ്ധത്തിലേർപ്പെട്ടാൽ പാകിസ്ഥാന് നാശം സംഭവിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്.
ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള 90കളിലെ യുദ്ധസാധ്യത വിലയിരുത്തുന്നതിനായി 93-ൽ തയ്യാറാക്കിയ നാഷണൽ ഇന്റലിജൻസ് എസ്റ്റിമേറ്റ് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി അടുത്തിടെ പരസ്യപ്പെടുത്തിയിരുന്നു. 2025 ഫെബ്രുവരിയിൽ പുറത്തിറക്കാൻ അനുമതി ലഭിച്ച ഈ രേഖ ഇപ്പോൾ അമേരിക്കയുടെ ഗവൺമെന്റ് വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. ഇന്ത്യയും പാകിസ്ഥാനും മറ്റൊരു യുദ്ധസമാന അന്തരീക്ഷത്തിനിടയിലായ നിലവിലെ സാഹചര്യത്തിലും 3 പതിറ്റാണ്ടുകൾ പഴക്കമുള്ള എസ്റ്റിമേറ്റിലെ സിദ്ധാന്തങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. 1990 കാലയളവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നടക്കാനുള്ള സാധ്യത കുറവാണെന്ന് NIE റിപ്പോർട്ട് നൽകിയിരുന്നെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിനുള്ള സാധ്യത 5-ൽ 1 എന്ന തോതിലാണ് വിലയിരുത്തുന്നത്. വിവിധ ഘടകങ്ങൾ കാരണം ഇപ്പോൾ യുദ്ധം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്ന നിലയിലും അതിൽ ചൂണ്ടിക്കാട്ടുന്നു. അതിലൊന്ന്, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ കുറ്റം ചുമത്താനായി നടത്തുന്ന ആസൂത്രിതമായ കുറ്റകൃത്യങ്ങളോ ഭീകരാക്രമണമോ ആകാം. ജമ്മു കശ്മീരിൽ ഭീകരതയുടെ നിരന്തരമായ കലാപത്തിനെതിരെ ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ശക്തമായി പോരാടുകയാണ്. നിയന്ത്രണ രേഖയിൽ വെടിവയ്പ് സംഭവങ്ങൾ സാധാരണമാണ്. പ്രത്യേകിച്ച് തീവ്രവാദികൾ നിയന്ത്രണ രേഖയ്ക്ക് കുറുകെ നുഴഞ്ഞുകയറ്റം ആരംഭിക്കുമ്പോൾ ഇവ സുരക്ഷാ ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് വിഭജനമോ പാകിസ്ഥാന്റെ അധിനിവേശമോ തടയാൻ കഴിയുമെങ്കിലും കലാപത്തെ പരാജയപ്പെടുത്തുക എന്നത് ഹ്രസ്വകാലത്തേക്കെങ്കിലും അസാധ്യമായി തുടരുമെന്നാണ് NIE റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കശ്മീരിൽ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളെ NIE എടുത്തു കാണിക്കുന്നുണ്ട്. കശ്മീരികളുമായി സംഭാഷണത്തിലേർപ്പെടാനും സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടത്താനും ആരംഭിച്ച ശ്രമങ്ങൾ ഇന്ത്യ തുടരും. തീവ്രവാദികൾക്കിടയിലെ ഭിന്നതകൾ അനുകൂലമായി പ്രവർത്തിക്കുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നു. പാകിസ്ഥാൻ തങ്ങളുടെ വിദേശ നയത്തിൽ കശ്മീർ വിഷയം തന്ത്രപരമായി എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു. ജമ്മു കശ്മീരിൽ അതൃപ്തി പൊട്ടിത്തെറിക്കുമ്പോഴെല്ലാം പാകിസ്ഥാൻ പ്രശ്നം ഉയർത്തിക്കാട്ടുകയും തർക്കത്തിൽ പാകിസ്ഥാന്റെ താൽപര്യങ്ങൾക്ക് അനുകൂലമായ അന്താരാഷ്ട്ര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കശ്മീരിലേക്ക് ആഗോള ശ്രദ്ധ ആകർഷിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യയെ നയതന്ത്രമായി സമ്മർദ്ദത്തിലാക്കാൻ പാകിസ്ഥാന് കശ്മീർ തർക്കം ഒരു ഉപകരണമാണ്. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ തീവ്രവാദ ഗ്രൂപ്പുകൾക്കായുള്ള പരസ്പര പിന്തുണയും റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു. കശ്മീരിലെ വിഘടനം ലക്ഷ്യമിടുന്ന തീവ്രവാദികളെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നു. ആക്രമണോക്തമായ പ്രചാരണമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. പാകിസ്ഥാൻ പ്രദേശം പിടിച്ചെടുക്കാൻ ഇന്ത്യക്ക് ആഗ്രഹമില്ല എന്നത് സത്യവുമാണ്. പക്ഷേ പാകിസ്ഥാൻ അടിച്ചാൽ ആ അടി 100ആയി തിരിച്ചു കൊടുക്കാൻ ഇന്ത്യക്കറിയാം. പാകിസ്ഥാൻ കളിക്കുമ്പോൾ നന്നായി ആളറിഞ്ഞു വേണം കളിക്കാനെന്നാണ് ഇന്ത്യ പറയുന്നത്.